അവസാന ദിവസമാണ്. ഓരോ വോട്ടറെയും നേരിൽ കാണാനുള്ള വലിയ ഓട്ടത്തിലാണ്. എങ്ങനെയുണ്ട് ഈ അവസാനമായിട്ട് റെസ്പോൺസ്? 3-4 ഘടകങ്ങളായിട്ട് ഗ്രൂപ്പായിട്ടാണ് ആൾക്കാരെ കാണുന്നത്. അതായത് ഒന്ന്, സ്ത്രീജനങ്ങൾ, അവരുടെ കുടുംബത്തിന്റെ പ്രയാസങ്ങൾ അവരറിയുന്നുണ്ട്. അവർക്ക് മനസ്സിലായി കാലങ്ങളായി ഇവരെ ചതിക്കുന്നു, ഇനി നിവർത്തിയില്ല, ഇനി BJPക്ക് വോട്ട് ചെയ്യണം, നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യണം. അതൊരു ഘടകം. രണ്ടാമത്തത് കശുവണ്ടി മേഖല. അതിലെ ഒന്നടങ്കം പറയുന്ന വെച്ചാൽ ഇനി ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു വഴിയിൽ ആത്മഹത്യ മാത്രമേ ഉള്ളൂ. അത് തൊഴിലാളിയാവട്ടെ മുതലാളിയാവട്ടെ, അത് ഒന്നടങ്കം ഇത്തവണ താമരയ്ക്കാണ്. പിന്നെ വിചിത്രമായൊരു സംഭവം വരാൻ പോകുന്നത് കോൺഗ്രസിൽ നിന്നാണ്. ആത്മാഭിമാനമുള്ള കോൺഗ്രസുകാർ മുഴുവൻ ഇത്തവണ BJPക്ക് വോട്ട് ചെയ്യും. കോൺഗ്രസ് വോട്ട് മറിയും. നമ്മളൊന്നും ചെയ്യുന്നില്ല, അവരായിട്ട് മറിഞ്ഞിങ് ഒഴുകും. കാരണം അവർക്ക് മനസ്സിലാവുന്നു 10-30 കൊല്ലമായിട്ട് ഇടതിന്റെ കൂടെ നിന്ന പ്രേമേന്ദ്രൻ ഇപ്പുറത്ത് വന്നിട്ട് ഇപ്പോ കോൺഗ്രസിന്റെ വോട്ടിൽ RSP ജയിക്കുന്നു. ഇനി കോൺഗ്രസ് നേതാക്കൾക്കോ കോൺഗ്രസിനോ ഈ കൊല്ലത്ത് യാതൊരു ഭാവിയുമില്ല. അവർ മനസ്സിലാക്കുന്നു ഇനി BJPക്ക് വോട്ട് ചെയ്യണം, എന്തിന് RSPക്ക് വോട്ട് ചെയ്യണം. അതൊന്ന്. രണ്ട്, RSPക്ക് അകത്ത് തന്നെ ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്, ഇതൊരു കുടുംബത്തിന് മാത്രമുള്ള പാർട്ടിയാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. RSPയുടെ പ്രവർത്തകർക്കോ അതിന്റെ നേതാക്കൾക്കോ ഇനി ഭാവിയില്ല. കാരണം ഒരേ ഒരു നേതാവ് മാത്രം വളരുന്നു. അതുകൊണ്ട് RSP കുടുംബ വോട്ടുകളായിരിക്കുമോ കൃഷ്ണകുമാർ എന്ന് പറയുന്ന NDA സ്ഥാനാർത്ഥി നേടാൻ പോകുന്നു? വളരെയധികം കുടുംബ പ്രേക്ഷകർ. കാരണം ഒന്ന്, TV കണ്ടുകൊണ്ടിരുന്നുണ്ട്. രണ്ട്, ഇന്നിപ്പോ 5 സ്ത്രീകൾ ഉൾപ്പെടുന്ന ഒരു കുടുംബത്തിന്റെ നാഥനായിരിക്കുന്നുണ്ട്. ഇവരുടെ എല്ലാം കാര്യങ്ങളിലൂടെ ഏകദേശം മനസ്സിലാക്കാൻ കഴിയുന്നു ഞാൻ എങ്ങനെ കുടുംബത്തെ കൊണ്ടുപോകുന്നു. ഇങ്ങനെ ഒരു സ്ത്രീ കുടുംബത്തെ കൊണ്ടുപോകുന്ന ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇവിടുത്തെ ഭരണം കൂടി കൊടുത്തുകൂടാ? നമുക്കൊന്ന് പരീക്ഷിച്ചു. മാത്രവുമല്ല, നരേന്ദ്രമോദിയെ നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുന്നു. നരേന്ദ്രമോദിക്ക് എന്തും നമുക്ക് ചെന്ന് പറയാം. ഈ ഗവൺമെന്റിന്റെ നരേന്ദ്രമോദിയുടെ ടീമായിട്ട് കൃഷ്ണകുമാർ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കൊല്ലം ജില്ലയെ കേരളത്തിന്റെ നമ്പർ 1 ജില്ലയാക്കാമെന്ന് ഞാനും പറയുന്നു, അവരും വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇത്തവണ കുടുംബം എന്ന് പറയുന്നത് ഒരു കുടുംബം വരുമ്പോൾ ഒരു വോട്ടല്ല. രാവിലെ ഈ ഇടത് സ്ഥാനാർത്ഥിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് പരമാവധി വോട്ട് കൃഷ്ണകുമാർ നേടിയാൽ തനിക്ക് വിജയം ഉറപ്പ് എന്നുള്ളതാണ്. അതായത് NDA എത്ര വോട്ട് നേടും എന്നുള്ളതാണ് ഇരു മുന്നണികളും ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മുകേഷ് ഏട്ടനോട് നന്ദി. കാരണം എനിക്ക് വേണ്ടി മുകേഷ് ഏട്ടൻ പ്രാർത്ഥിക്കുന്നതിന് എനിക്ക് അതിയായ നന്ദിയുണ്ട്. മുകേഷ് ഏട്ട, താങ്ക് യു സോ മച്ച്. അല്ല, അത് കാരണം വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ കാൽക്കുലേഷൻ ഉണ്ട്. അത് തെറ്റെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്നേക്കാൾ രാഷ്ട്രീയത്തിലും പരിചയം കൂടുതൽ മുകേഷ് ഏട്ടനാണ്, സിനിമയിലും. അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതും തെറ്റല്ല. അവർക്കൊരു കാൽക്കുലേഷൻ ഉണ്ട്, BJPക്ക് ഒരു കാൽക്കുലേഷൻ ഉണ്ട്, UDFന് ഒരു കാൽക്കുലേഷൻ ഉണ്ട്. എല്ലാവരും ജയിക്കാൻ തന്നെയാണ് നിൽക്കുന്നത്. എങ്കിലും ഇങ്ങനൊരു പോസിറ്റീവ് കമന്റ് ഞാൻ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നു. ഒരിക്കൽ കൂടി മുകേഷ് ഏട്ടന് നന്ദി. ഈ മറ്റൊരു പ്രധാന വിഷയം, ഇത് തീരദേശ മേഖലയാണ്. തീരദേശ വോട്ടുകളാണ് നിർണായകമാവുക. സാമുദായിക സമവാക്യങ്ങൾ കൊല്ലം മണ്ഡലത്തെ സംബന്ധിച്ച് എന്നും നിർണായകമാണ്. ആ സാമുദായിക സമവാക്യങ്ങൾ അനുകൂലമായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇതിന് ഇപ്പൊ തീരദേശമെന്നോ സിറ്റിക്കകത്തൊന്നും ഒന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ദുരിതം ഒരുപോലെയാണ്. എല്ലാ മേഖലയും തീരദേശം എടുക്കുക. ഇപ്പൊ തന്നെ ആ മുണ്ടക്കൽ പ്രദേശത്ത് കടൽക്ഷോഭമുണ്ടായി, വീടുകൾ തകർന്നപ്പോൾ ഇനി മുന്നണിയുടെ ആളുകൾ വന്നില്ല. ഞാനവിടെ ഈ കൊല്ലത്ത് പോലും പുതിയൊരാളാണ്. അവിടെ ചെന്ന് അവിടെ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി കേന്ദ്രത്തെ ബോധിപ്പിച്ച് കേന്ദ്രത്തിൽ നിന്ന് ഫിഷറീസ് സംഘം 24 മണിക്കൂറിനകം വന്ന് റിപ്പോർട്ട് എടുത്ത് പോയിരിക്കുന്നു. നമുക്ക് പലതും ചെയ്യാൻ കഴിയും. കാരണം നമുക്ക് എന്തും ചോദിച്ചാൽ തരുന്ന ഒരു പ്രധാനമന്ത്രിയുണ്ട്. പാർട്ടി വോട്ടുകൾക്കപ്പുറം സ്ത്രീ വോട്ടുകൾ, കുടുംബ വോട്ടുകൾ, അതാണ് NDAയുടെ ഈ വട്ടത്തെ കൊല്ലത്തെ നേട്ടമാകാൻ പോകുന്നത്. തീർച്ചയായിട്ടും അതിൽ തന്നെ സ്ത്രീകളാണ് കൊല്ലത്തിന്റെ നിറം മാറ്റാൻ പോകുന്നത്. കൊല്ലത്ത് പുതിയൊരു അതായത് പുതിയൊരു ഒരു കാവ്യണി എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ സ്ത്രീകള് നമ്മളിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് അവര് മടിക്കുമായിരുന്നു. അവരുടെ എക്സ്പ്രഷനും ആക്ഷനും ഒക്കെ വളരെ സൂക്ഷിച്ചായിരുന്നു. ഇന്ന് നരേന്ദ്രമോദി കൊടുത്തിരിക്കുന്ന ഒരു ശക്തി, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വന്നിരിക്കുന്നു. സ്ത്രീകൾ വളരെയധികം ഓപ്പൺ ആയിരിക്കുന്നു. കാരണം 33% സംവരണം കൊടുക്കുന്നു. സ്ത്രീകൾക്ക് മനസ്സിലായി ഇനി വരുന്ന നൂറ്റാണ്ട് സ്ത്രീകൾക്കായിട്ട് നരേന്ദ്രമോദി തുറന്നു കൊടുത്തിരിക്കുകയാണ്. സ്ത്രീകൾ തുറന്നാണ് എക്സ്പ്രഷൻ കാണിക്കുന്നത്. ഇത്തവണ വോട്ട് കൃഷ്ണകുമാറിന്. കഴിഞ്ഞവണ ഞാൻ ഈ പാർട്ടിക്ക് അല്ല വോട്ട് ചെയ്ത്. ഇത്തരം കമന്റുകൾ നമ്മൾ കാണുന്നു. ഓപ്പണായിട്ട് തംസപ്പ് കാണിക്കുന്നു. കാരണം സ്ത്രീകളിലെ മാറ്റം കൊല്ലത്തിന് മാറ്റമുണ്ടാക്കും. കൊല്ലം താമര വിരിയും. എല്ലാവിധ വിജയാശംസകളും. നന്ദി. താങ്ക് യു. 24 എല്ലാ പ്രേക്ഷകർക്കും നന്ദി.